അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവി ജയവിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 19 വ്യാഴാഴ്ച. ഭാരതാംബ ചിത്രവിവാദം വീണ്ടും കൊഴുക്കുന്നു. രാജ്ഭവനിൽ ഇന്ന് നടന്ന സ്കൌട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചു. പരിപാടിയുടെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് ഇല്ലായിരുന്നുവെന്നും താൻ ചെല്ലുമ്പോൾ ചിത്രത്തിൽ പൂജ് ഇടുന്ന ചടങ്ങ് കണ്ടുവെന്നും മന്ത്രി പറഞ്ഞു. ഗവർണർക്ക് മുന്നിൽ തന്നെ പ്രതിഷേധം അറിയിച്ചുവെന്നും ഗവർണർ ഒന്നും മിണ്ടിയില്ലെന്നും ആട്ടുകല്ലിനെ കാറ്റുപിടിച്ചതുപോലെ ഇരുന്നുവെന്നും ഇത് കേരളത്തിന്റെ പ്രതിഷേധമാണെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ചിത്രങ്ങളോ പ്രതീകങ്ങളോ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പ് ആരോപിക്കുന്നു. ഇന്ന് നടന്ന പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ലെന്നും മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കമാണെന്നും വാർത്താക്കുറിപ്പ് പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉച്ചവരെ മികച്ച പോളിംഗ്. ആദ്യ മണിക്കൂറിൽ മഴ കനത്തെങ്കിലും ആളുകൾ ബൂത്തിലെത്തുന്നതിൽ കുറവുണ്ടായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറും പ്രതികരിച്ചു. ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അവ ഉടൻ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നതെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. സാമൂഹിക പരിതസ്ഥിതിയിൽ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് പ്രധാനമാണെന്നും സ്വരാജ് പറഞ്ഞു. നല്ല ആത്മവിശ്വാസമുണ്ടെന്നും അത് ഈ നാട്ടിലെ ജനങ്ങൾ പകർന്നു നൽകിയ ആത്മവിശ്വാസമാണെന്നും സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാങ്കുത്ത് LP സ്കൂളിലെ 202 ബൂത്തിലാണ് സ്വരാജ് വോട്ട് ചെയ്തത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ് MP. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ MLA-യായ PV അൻവർ പിടിക്കുക LDF-ന്റെ വോട്ടുകളായിരിക്കുമെന്നും അൻവർ പിടിക്കുന്ന വോട്ടുകൾക്കനുസരിച്ച് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കൂടുമെന്നും അബ്ദുൽ വഹാബ് പറഞ്ഞു. നേരിൽ കണ്ടപ്പോൾ പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ അറിയിച്ചും നിലമ്പൂരിലെ LDF UDF സ്ഥാനാർത്ഥികളായ സ്വരാജും ഷൌക്കത്തും. എന്നാൽ രണ്ട് അഭിനേതാക്കൾ തമ്മിലാണ് കെട്ടിപ്പിടിച്ചതെന്ന് സ്വരാജും ഷൌക്കത്തും തമ്മിലെ കൂടിക്കാഴ്ചയെ വിമർശിച്ച് അൻവർ. താൻ പച്ച മനുഷ്യർക്കൊപ്പം നിൽക്കുന്നയാളാണെന്നും അഭിനയിക്കാൻ അറിയില്ലെന്നും സ്ഥാനാർത്ഥികൾ തമ്മിൽ സൗഹൃദം വേണമെന്നും പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം, പിന്നിൽ കൂടി പാര വയ്ക്കരുതെന്നും അൻവർ പറഞ്ഞു. തമ്മിൽ കണ്ടപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനോട് കെട്ടിപ്പിടിക്കരുതെന്ന് PV അൻവർ. കൈകൊടുത്ത ശേഷം കൂടുതൽ സൗഹൃദ സംഭാഷണത്തിനും അൻവർ തയ്യാറായില്ല. നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയതായിരുന്നു ഇരുവരും. അൻവർ ഉണ്ടെന്നറിഞ്ഞ് ഇവിടേക്ക് നടന്നെത്തിയ ഷൌക്കത്തിനോട് ക്യാമറകൾക്ക് മുന്നിൽ നിന്നാണ് കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ പറഞ്ഞത്. ഇതോടെ കൈകൊടുത്ത് ആര്യാടൻ ഷൌക്കത്ത് പിന്തിരിഞ്ഞ് നടന്നു. ധൃതരാഷ്ട്രാലിംഗലത്തിന്റെ ആളാണ് ഷൌക്കത്തെന്ന് പിന്നീട് PV അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി M സ്വരാജിനെ വോട്ട് ചെയ്തുവെന്നും ആദ്യമേ തന്നെ വോട്ട് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്നും നമ്മൾ ജയിക്കുമെന്നും നിലമ്പൂർ ആയിഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം 2ാം ബൂത്തിൽ ഒരാൾ 2 വോട്ട് ചെയ്തതായി വിവരം. എന്നാൽ ഇത് അബദ്ധവശാൽ സംഭവിച്ചതെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത്. റിട്ടേണിംഗ് ഓഫീസറോട് ചീഫ് ഇലക്ടറൽ ഓഫീസർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ആര്യാടനെ കഥ എഴുതാൻ പോകാമെന്നും സ്വരാജിനെ സെക്രട്ടേറിയറ്റിലേക്ക് പോകാമെന്നും താൻ നിയമസഭയിലേക്കും പോകുമെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. UDF സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗ് വെച്ചാണ് പ്രചരണം നടത്തിയതെന്നും അൻവർ പറഞ്ഞു. LDF-ൽ നിന്ന് 25% വോട്ടും UDF-ൽ നിന്ന് 35% വോട്ടും ലഭിക്കും. 75,000-ന് മുകളിൽ വോട്ട് തനിക്ക് ലഭിക്കുമെന്നും അത് ആത്മവിശ്വാസമല്ല, യാഥാർത്ഥ്യമാണെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന തള്ളി എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. സിപിഎമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി പി. സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് കെ.സി. വേണുഗോപാൽ സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്ന കത്തയച്ചു. അടിയന്തരാവസ്ഥയിൽ ജനസംഘവും ആർഎസ്എസുമായുള്ള സഹകരണം പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്ന സുന്ദരയ്യയുടെ രാജിക്കത്തിലെ വരികൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തി. കണ്ണടച്ചാൽ ചരിത്രം ഇല്ലാതാകുന്നില്ലെന്നും പാർട്ടി സെക്രട്ടറിക്ക് നാക്കുപിഴ സംഭവിച്ചതല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ പ്രീണന ശ്രമമാണ് പുറത്തുവന്നതെന്നും ഗതികേടിന്റെ മുഖമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ കണ്ടതെന്നും കെ.സി. വേണുഗോപാലിന്റെ കത്തിൽ വ്യക്തമാക്കുന്നു. സിപിഎം ആർഎസ്എസ് ബന്ധം സംബന്ധിച്ച വിവാദത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നടത്തിയ പ്രതികരണത്തിന് മറുപടിയുമായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് ബിജെപിക്ക് ദാനം നൽകിയ എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്ന് റിയാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. 1967ലും 75ലും 89ലും സിപിഎം ആർഎസ്എസ് ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗോവിന്ദനും ബിനോയിയും പിണറായിയും 3 കാര്യങ്ങളാണ് പറയുന്നത്. രാജീവ് ഗാന്ധിക്കെതിരായി 89ൽ ഇഎംഎസും വാജ്പേയിയും ഒരുമിച്ച് പ്രചാരണം നടത്തിയത് എങ്ങനെയാണെന്നും ആർഎസ്എസുമായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ് സുന്ദരയ്യയുടെ രാജിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആർഎസ്എസുമായി ബന്ധമില്ലെന്ന പിണറായിയുടെ പ്രസ്താവന 2025ലെ ഏറ്റവും വലിയ തമാശയാണെന്ന് പി വി അൻവർ. ഇന്നലെ പിണറായി അത്താഴം കഴിച്ചതുപോലും കേന്ദ്രത്തിന്റെ ആളുകൾക്കൊപ്പമായിരിക്കാമെന്നും സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ആളാണ് പിണറായി എന്നും അദ്ദേഹം വിമർശിച്ചു. നിലമ്പൂരിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ. കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതിരുന്നതെന്നും തരൂർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. വയനാട്ടിൽ പ്രിയങ്കയ്ക്കായി പ്രചാരണത്തിന് ക്ഷണിച്ചിരുന്നുവെന്നും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നത് സത്യമാണെന്നും പക്ഷേ കൂടുതൽ പ്രതികരിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്നും വോട്ടെടുപ്പിന് ശേഷം വിശദമായി സംസാരിക്കാമെന്നും തരൂർ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കോൺഗ്രസ് താരപ്രചാരകരുടെ പട്ടികയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂറും. കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ താരപ്രചാരകരുടെ പട്ടികയിലാണ് ശശി തരൂരിന്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത്. ജൂൺ 2-ന് പുറത്തിറക്കിയ 40 പേരുടെ പട്ടികയിൽ 8ാമതാണ് തരൂരിന്റെ പേര്. തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ക്ഷണിച്ചില്ല എന്ന് തരൂർ പറഞ്ഞിരുന്നു. തന്നെ പുകഴ്ത്തിയുള്ള സ്വാഗത പ്രസംഗത്തിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച പി.എൻ. പണിക്കർ അനുസ്മരണ വായനാദിന ചടങ്ങിലാണ് സംഭവം. സ്വാഗതം ആശംസിച്ച എൻ. ബാലഗോപാൽ മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോഴാണ് പ്രശംസ കൊണ്ട് മൂടിയത്. മുഖ്യമന്ത്രി അസ്വസ്ഥനായതോടെ സംഘാടകർ ഇടപെട്ട് പ്രസംഗം നിർത്തിച്ചു. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം അടുത്ത അക്കാഡമിക വർഷം നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. അതോടൊപ്പം വെല്ലുവിളികളെ അതിജീവിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനുള്ള കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിക്കും തുടക്കമായി. പദ്ധതി ചരിത്ര ദൌത്യമാണെന്നും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിപുലമായ പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള പരിഗണനാ പട്ടികയിൽ എഡിജിപിമാരെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം യുപിഎസ്സിക്ക് കത്ത് നൽകി. എഡിജിപിമാരായ സുരേഷ് രാജ് പുരോഹിത്, എം.ആർ. അജിത് കുമാർ എന്നിവരെ കേന്ദ്രം ഒഴിവാക്കിയിരുന്നു. ഡിജിപി റാങ്കിൽ ഉൾപ്പെടുന്നവർ മാത്രം മതിയെന്നായിരുന്നു കേന്ദ്ര നിലപാട്. ഇതോടെ പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള യുപിഎസ്സി യോഗം വൈകാനാണ് സാധ്യത. കാട്ടാനാക്രമണത്തിൽ ഞാറക്കോട് സ്വദേശി കുമാരൻ മരിച്ച സംഭവത്തിൽ പാലക്കാട് മുണ്ടൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഇന്ന് പുലർച്ചെ 3:30 വീടിന് സമീപത്താണ് കാട്ടാനാക്രമണത്തിൽ കുമാരൻ കൊല്ലപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച നാട്ടുകാർ ഉന്നത ഉദ്യോഗസ്ഥരെത്താതെ കുമാരന്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് നിലപാടെടുത്തു. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ ഞാറക്കോട് സ്വദേശി കുമാരൻ കൊല്ലപ്പെട്ട സംഭവം ഖേദകരമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആനയെ തുരത്താൻ പടക്കം മാത്രമാണ് ഇതുവരെ കൊടുത്തിരുന്നത്. അതുവെച്ച് ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ഇന്നുമുതൽ പുതിയ പരീക്ഷണം നടത്തുകയാണെന്നും
പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് കാട്ടാനയെ തുരത്താൻ സാധിക്കുമോ എന്നാണ് പരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദില്ലി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. ജഡ്ജി വർമ്മയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകുന്നതാണ് റിപ്പോർട്ട്. പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചിരുന്നതിന് തെളിവുകളുണ്ടെന്നും ജഡ്ജി വർമ്മയോ വർമ്മയുമായി ബന്ധപ്പെട്ടവരോ അറിയാതെ പണം വസതിയിൽ സൂക്ഷിക്കാൻ ആകില്ലെന്നുമാണ് സുപ്രീംകോടതിയുടെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഭീകരസംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 4 പേരെ NIA തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്തു. അഹമ്മദ് അലി, ജവഹർ സാദിഖ്, രാജ അബ്ദുള്ള, ഷെയ്ഖ് ദാവൂദ് എന്നിവരാണ് അറസ്റ്റിലായത്. അറബിക് ക്ലാസിന്റെ മറവിൽ ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്തെന്നാണ് കേസ്. രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ. അന്താരാഷ്ട്ര സർവീസുകൾ 15% കുറച്ചു. ജൂലൈ പകുതി വരെയുള്ള സർവീസുകളെ എയർ ഇന്ത്യയുടെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അധിക പരിശോധനയുടെ ഭാഗമായാണ് നിയന്ത്രണമെന്ന് എയർ ഇന്ത്യ വിശദീകരിക്കുന്നു. 6 ദിവസത്തിനിടെ 83 സർവീസുകളാണ് റദ്ദാക്കിയത്. യാത്രക്കാർക്ക് ടിക്കറ്റ് റീഫണ്ട് ചെയ്യുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. നോർത്ത് അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷേഖ് ഹസൻ ഖാൻ സുരക്ഷിതൻ. ഷേഖ് ഹസൻ സുരക്ഷിതനാണെന്ന അറിയിപ്പ് സംസ്ഥാന സർക്കാരിനും നാട്ടിലെ അടുത്ത സുഹൃത്തുക്കൾക്കും ലഭിച്ചു. ഹസനും തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു സഹപർവ്വതാരോഹകനും ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് ഇറങ്ങുകയാണെന്നും ഇരുവരെയും കണ്ടെത്തിയെന്നും സുരക്ഷിതരാണെന്നും അലാസ്ക ഗവർണറുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ് അറിയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ദില്ലി തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് മേള നടക്കുന്നത്. 5000-ലധികം യുവജനങ്ങൾക്ക് മേളയിലൂടെ തൊഴിൽ ലഭിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നിരവധി തവണ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമാകാത്ത പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ദിവസം മേള സംഘടിപ്പിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. ഇസ്രായേലി നഗരങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി കുറഞ്ഞെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നേരത്തെയുള്ള വിലയിരുത്തൽ. എന്നാൽ ആ വിലയിരുത്തൽ തെറ്റിയെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ഇറാൻ നടത്തിയ ആക്രമണം. ടെൽ അവീവ്, റമത് ഗാൻ, ഹോളോൺ, ബേർഷേബ എന്നീ ഇസ്രായേലി നഗരങ്ങളിൽ ഇന്ന് ഇറാന്റെ മിസൈലുകൾ വീണു. ബേർഷേബയിലെ സൊറോക്ക ആശുപത്രിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാനിലെ അറാഖ് ആണവ നിലയം ആക്രമിച്ച് ഇസ്രായേൽ. ഇതുവരെ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാനിയൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം 7ാം നാളിലേക്ക് കടന്നതോടെ പരിഹാരം കാണാനായി റഷ്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ലോകത്തിനാകെ ആശങ്കയായി മാറുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് റഷ്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇതിനായി ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള റഷ്യ ഇടപെടാൻ തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി. ഇറാന് സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശമുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആദ്യം റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം തീർത്തതിനു ശേഷം പുറത്തുള്ളവരെക്കുറിച്ച് ആശങ്കപ്പെട്ടാൽ മതിയെന്ന് ട്രംപ് പ്രതികരിച്ചു. ഒമാൻ ഉൾക്കടലിൽ കപ്പലുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ കാരണം കപ്പലുകളിൽ ഒന്നിന്റെ നാവിഗേഷൻ പിഴവാണെന്ന് UAEയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 17-ന് പുലർച്ചെ 1:30-നാണ് UAEയുടെ തീരത്തുനിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെ ഒമാൻ ഉൾക്കടലിൽ 2 കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത്. ആന്റിഗ്വ ആൻഡ് ബാർബുഡയുടെ പതാകയുണ്ടായിരുന്ന ആന്റലിംഗ് എന്ന കപ്പലും ലൈബീരിയയുടെ പതാക ഉണ്ടായിരുന്ന ഫ്രണ്ട് ഈഗിൾ എന്ന ചരക്ക് കപ്പലും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അമേരിക്കയിലേക്കുള്ള സ്റ്റുഡന്റ് വിസ നടപടികൾ പുനരാരംഭിച്ചു. മെയ് അവസാനത്തോടെ വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നത് US സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയാണ് വിസ നടപടികൾ പുനരാരംഭിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചു.
അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വിശദ പരിശോധനയാണ് പുതിയ നിബന്ധനകളിൽ പ്രധാനം. ഇതിനായി വിസ അപേക്ഷകർ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പരിശോധനയ്ക്ക് സമർപ്പിക്കണം. 2030 വേൾഡ് എക്സ്പോ റിയാദിൽ നടത്തുന്നതിനുള്ള അന്തിമ അംഗീകാരം ലഭിച്ചു. ഫ്രാൻസിലെ പാരീസിൽ നടന്ന ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ ആതിഥേയ രാജ്യമായ സൗദി അറേബ്യയുടെ രജിസ്ട്രേഷൻ അംഗീകരിക്കുന്നതിനുള്ള പ്രക്രിയ പൂർത്തിയാക്കി. വേൾഡ് എക്സ്പോയുടെ ഔദ്യോഗിക പതാക സൗദി പ്രതിനിധി സംഘത്തിന് കൈമാറി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.